Hi students, ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് CPL അല്ലെങ്കിൽ CPTL എന്നുള്ള പേരിൽ നമ്മളിതിനെ വിളിക്കുന്നുണ്ട്. ഓർ അതർ നെയിം എന്ന് പറയുന്നത് ഈസ് ഡിഫറൻഷ്യൽ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് DPL. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ട്രാൻസിസ്റ്റേഴ്സ് ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പാസ് ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ ഉള്ളതിൽ നിന്ന് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു കൺട്രോൾ സിഗ്നൽസ് അല്ലേ, കൺട്രോൾസ് വേരിയബിൾസ് കൊടുത്തത് അതും അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആൻഡ് ഇൻവേർട്ടഡ് വാല്യൂസ് ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയുമ്പോഴത്തേക്കും കോംപ്ലിമെൻ്ററി ഇൻപുട്സ് ആസ് വെൽ ആസ് കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട്സിനെ നമുക്ക് കിട്ടുവാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി ഇൻപുട്സ് കൊടുക്കുന്നു ആൻഡ് കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട്സ് ആർ ഓൾസോ അറ്റൈൻഡ്. ആൻഡ് കൺട്രോൾ സിഗ്നൽസിൽ നമ്മൾ ഓൾറെഡി കോംപ്ലിമെൻ്ററി കൺട്രോൾ സിഗ്നൽസ് ഓൾറെഡി കൊടുക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇൻപുട്സ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് അഡീഷണൽ സർക്യൂട്ടറീസ് ഇവിടെ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പാസ് ട്രാൻസിസ്റ്റർ ലോജിക് വെച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സും ആയിട്ടുള്ള ലോജിക് ഇംപ്ലിമെൻറ്റേഷൻസൊക്കെ നമുക്ക് പാസ് ട്രാൻസിസ്റ്റർ വെച്ച് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടറീസ് ഒക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജസ്റ്റ് നമുക്കൊരു ഡയഗ്രാമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഓഫ് പാസ് ട്രാൻസിസ്റ്റർ ആൻഡ് ദ കോംപ്ലിമെൻ്ററി പാസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ മുകളിൽ നോക്കിയാൽ പാസ് ട്രാൻസിസ്റ്റർ നെറ്റ്വർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ഒറിജിനലി സ്പീക്കിംഗ്. കാരണം മുകളിൽ നമുക്ക് ഇപ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം തന്നെ അതിൻ്റെ ഇൻവേർട്ടഡ് ഇൻപുട്ട് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഔട്ട്പുട്ടും അതിന് ഇൻവേർട്ടഡ് ഇവിടെ കിട്ടണം. പിന്നെ ഒരു കാര്യമുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു ഇൻവേർട്ടർ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ചില ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ഔട്ട്പുട്ടിൽ ഒരു ഇൻവേർട്ടറോട് വെച്ച് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. രണ്ട് രീതിയിലും ടെക്സ്റ്റ് ബുക്സിൽ കണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓരോ ലോജിക് ഗേറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണാനായിട്ട് പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് ആൻഡ് നാൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ആൻഡും നാൻഡും സെപ്പറേറ്റ് അല്ല, ആൻഡ് നാൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ് വരുന്നത്. കാരണം എന്താണ്, ആൻഡിൻ്റെ ഇൻവേർട്ടഡ് ഫോം എന്ന് പറയുന്നതാണ് നാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻപുട്സ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വിൽ ബി ഗെറ്റിംഗ് ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്സ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പാസ് ട്രാൻസിസ്റ്ററിൽ നിന്ന് ഈ ഒരു കേസ് ഇവിടെ എന്തായാലും ഡിഫറെൻ്റ് ആണ്. ആൻഡും നാൻഡും സെപ്പറേറ്റ് അല്ല, ഒരു സിംഗിൾ ലോജിക്കായിട്ടാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നോക്കിക്കേ, ഈ ഡയഗ്രാം നോക്കിക്കേ. ഡയഗ്രത്തിൻ്റെ അകത്ത് ആ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് AB F=AB അറ്റൈൻ ചെയ്ത പോർഷൻ നമ്മൾ ഓൾറെഡി പാസ് ട്രാൻസിസ്റ്റർ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. AB പ്ലസ് എങ്ങനെ വരുന്നത്, AB പ്ലസ് B ബാർ വിച്ച് ഈസ് ഈക്വൽ ടു AB അല്ല. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിനി ആ സെയിം തന്നെ ആ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ വരച്ചിരിക്കുന്ന പോലത്തെ തന്നെ സെയിം സ്ട്രക്ചർ താഴോട്ട് വരയ്ക്കുക എന്നുള്ളത്. കാരണം ഇതിൻ്റെ ബേസിക് ആയിട്ട് അഡ്വാൻറ്റേജസ് ഫീച്ചറായിട്ട് പറയുന്നത് റെഗുലർ സ്ട്രക്ചറാണ്. അതുകൊണ്ട് മുകളിലുള്ള ഇപ്പം നോക്കിക്കേ, നമ്മൾ AB ഇൻപുട്ട്സ് കൊടുത്തിരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അത് തന്നെ താഴോട്ടും അതേപോലെ വരയ്ക്കുക. പിന്നെയുള്ളത് എന്താണ്, നമ്മൾ രണ്ട് കൺട്രോൾ സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, Bയും B ബാറും. അതങ്ങനെ തന്നെ താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരയ്ക്കുക ആസ് ഇൻപുട്ട് ടു ദ പാസ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് മേളിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, B എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, A ആണ് അല്ലേ. F=AB ഇംപ്ലിമെൻറ്റ് ചെയ്ത റീജിയണിൽ. അപ്പോൾ ഇവിടെ താഴെ കോംപ്ലിമെൻ്ററി ലോജിക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം B എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് വിൽ ബി A ബാർ കോംപ്ലിമെൻറ്റഡ് ഫോം ഓഫ് ദ ഫസ്റ്റ് വൺ. ആദ്യത്തെ B കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്നതിൻ്റെ എന്തായിരുന്നു അതർ ഇൻപുട്ട്, A ആയിരുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ കോംപ്ലിമെൻ്ററി വിച്ച് ഈസ് A ബാർ. ദെൻ അടുത്തത് നോക്കുക, അടുത്തത് B ബാർ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ ഞാൻ കൊടുത്തിരിക്കുന്ന ടോപ്പ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ B ബാർ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ ഞാൻ കൊടുത്തിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, B ആണ് അല്ലേ. അപ്പോൾ താഴെ വരയ്ക്കുമ്പോൾ B ബാർ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന പാസ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് വിൽ ബി B ബാർ. മുകളിൽ B ആണ്, അപ്പോൾ താഴെ വരുമ്പോൾ അതിൻ്റെ ഇൻവേർട്ടഡ് ഫോം വിച്ച് ഈസ് B ബാർ. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് പാസ് ട്രാൻസിസ്റ്റർ വെച്ച് നമ്മൾ വരയ്ക്കാൻ പഠിച്ചു അല്ലേ. അപ്പോൾ അത് വരയ്ക്കാൻ അറിയാമെങ്കിൽ
എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്ക് ഈസിലി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് റൈറ്റ് സൈഡിൽ നോക്കിക്കേ. എങ്ങനെ എഴുതാം? എഫ് ബാർ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എഫ് ബാർ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എ ബാർ ബി പ്ലസ് ബി ബാർ ബി ബാർ അല്ലേ? ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് അത് എഴുതാം. അപ്പം ദെർഫോർ എങ്ങനെ എഴുതാം? എ ബാർ ബി പ്ലസ് ബി ബാർ ബി എങ്ങനെ എഴുതാം? എ ബാർ ബി പ്ലസ് ബി ബാർ എന്ന് എഴുതാമല്ലോ അല്ലേ? ബി ബാർ ഇൻറ്റു ബി ബാർ ക്യാൻ ബി റിട്ടൺ ആസ് ബി ബാർ. അപ്പം ദാറ്റ് ക്യാൻ ബി എഗെയിൻ റിട്ടൺ. അപ്പം നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം അതിനെങ്ങനെ റീറൈറ്റ് ചെയ്യാം? എ ബാർ ബി ബാർ പ്ലസ് ബി ബാർ ബി അങ്ങനെ എഴുതാമല്ലോ. ദെർഫോർ ബി ബാർ ബി എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. Therefore the resultant answer will be equal to a bar b bar. അപ്പോൾ എഫ് ബാർ എന്ത് കിട്ടി? എ ബാർ ബി ബാർ ഓർ എ ബി ദ ഹോൾ ബാർ ആണല്ലോ. അപ്പോൾ ദെർഫോർ നമുക്ക് എന്ത് കിട്ടി? ആൻഡ് നാൻഡ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് കോംപ്ലിമെൻ്ററി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നത് ഓർ നോർ ലോജിക്കാണ്. അപ്പോൾ ഇവിടെ ആ മേളത്തെ ടോപ്പ് 2 എ ബി ഇൻപുട്ട്സ് കൊടുത്തിരിക്കുന്ന 2 പാസ്റ്റ് ട്രാൻസിസ്റ്റർ അത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി പാസ്റ്റ് ട്രാൻസിസ്റ്റർ പഠിച്ച സമയത്ത് ഇംപ്ലിമെൻറ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ താഴത്തെ ഇൻവേർട്ടഡ് പോർഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബി ബാറും ബിയും ആണ് നമ്മളുടെ കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ വരച്ചിരിക്കുന്ന പോലത്തെ സെയിം സ്ട്രക്ചർ തന്നെ താഴോട്ടും വരയ്ക്കുന്നു. ഇനിയിപ്പോൾ ബി ബാർ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന പാസ്റ്റ് ട്രാൻസിസ്റ്റർ ഏതാണ്? പാസ്റ്റ് ട്രാൻസിസ്റ്റർ അതർ ഇൻപുട്ട് എന്താണ്? എ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? അതിൻ്റെ ഓപ്പോസിറ്റ് വിച്ച് ഈസ് എ ബാർ. സിമിലർലി ബി എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന മേളിൽ ടോപ്പ് പോർഷനിലുള്ള പാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പം ബോട്ടം റീജിയനിൽ വരുമ്പോൾ എന്ത് വരണം? അതിൻ്റെ ഓപ്പോസിറ്റ് വിച്ച് ഈസ് ബി ബാർ. മേളത്തെ ഫിസിക്കൽ ടു എ പ്ലസ് ബി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നില്ല. അപ്പോൾ താഴെ നോക്കുക. എഫ് ബാറിന് എങ്ങനെ എഴുതാം? എഫ് ബാർ ഈസ് ഈക്വൽ ടു ഫ്രം ദ ഡയഗ്രാം എ ബാർ ബി ബാർ പ്ലസ് ബി ഇൻറ്റു ബി ബാർ എന്ന് എഴുതാമല്ലോ. ബി ഇൻറ്റു ബി ബാർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 which is equal to a bar b bar. A bar b bar can be written as a plus b the whole bar which is NOR അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഓർ നോർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് CPL. നെക്സ്റ്റ് ഇനി കാണാനായിട്ട് പോകുന്നത് ഇസ് ദ XOR ആൻഡ് XNOR ലോജിക് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് CPL. അപ്പോൾ അതിനകത്ത് XOR ലോജിക്ക് നമ്മൾ ഓൾറെഡി പാസ്റ്റ് ട്രാൻസിസ്റ്റർ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കോംപ്ലിമെൻ്ററി പോർഷൻ വരയ്ക്കാം. അപ്പം മുകളിൽ കണ്ട പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. മുകളിൽ വരച്ചിരിക്കുന്ന സെയിം സ്ട്രക്ചർ തന്നെ താഴോട്ടും ക്യാരി ഔട്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എന്താണ്? മുകളിൽ ബി ബാർ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന പാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് നോക്കുക. എ ആണെങ്കിൽ താഴെ വരുമ്പം ദാറ്റ് വിൽ ബി എ ബാർ. ഇനി ബി എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ കൊടുത്തിരിക്കുന്ന പാസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് എ ബാർ ആണ്. മേളിൽ അപ്പോൾ താഴെ വരുമ്പോൾ എന്ത് വരും? അതിന് ഇൻവേർട്ടഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എ. ദെർഫോർ ടോപ്പ് പോർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ് നേരത്തെ ക്ലാസ്സിൽ. അതുകൊണ്ട് ബോട്ടം നമുക്ക് നോക്കാം. എഫ് ബാർ. എഫ് ബാറിനെ എങ്ങനെ എഴുതാം? എഫ് ബാർ ഈസ് ഈക്വൽ ടു എ ബാർ ബി ബാർ പ്ലസ് എ ബി ആണല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് നോർ ബി. Thus we have implemented the logic XOR XNOR logic using CPL. നമ്മളുടെ K20 ഇതുവരെയുള്ള എക്സാംസിൻ്റെ അകത്തെല്ലാം ഇപ്പം ഇതിൻ്റെ ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണം തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോംപ്ലിമെൻ്ററി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഗേറ്റ്സ് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ് വിത്ത് സ്മോളർ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് വേറെ കോംപ്ലക്സ് ഗേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ സിംപ്ലർ ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇത് വെച്ച് നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കോംപ്ലക്സ് ഗേറ്റ്സ് ആണ് ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ CPL ലോജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസിലെല്ലാം നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് ഇൻവേർട്ടഡ് നമുക്ക് വേണ്ട കേസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു ഇൻവേർട്ടർ അഗെയിൻ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ സർക്യൂട്ടറി അഡീഷണലി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇൻവേർട്ടഡ് വാല്യൂം കിട്ടുന്നത് അങ്ങനത്തെ ഒക്കെ വരുന്ന കേസസിലാണ് ബേസിക്കലി ഇവിടെ ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതേപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് ഈസ് ഹാവിങ് എ റെഗുലർ സ്ട്രക്ചർ ആൻഡ് നമുക്ക് ഇൻവേർട്ടഡ് ഇൻപുട്സ് ആസ് വെൽ ആസ് ഇൻവേർട്ടഡ് ഔട്ട്പുട്സ് ആർ ബീയിങ് യൂസ്. ഇൻവേർട്ടഡ് ഇൻപുട്സ് കൊടുത്ത് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ വിൽ ബി ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ദ
ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ഹാവിങ് എ റെഗുലർ സ്ട്രക്ചർ. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ മോഡുലാർ ഫോം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഓൾറെഡി പാസ്റ്റ് ട്രാൻസിസ്റ്റർ വരയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് താഴെയും വരുന്നത്. അങ്ങനെ സെയിം ഒരു മോഡ്യൂളായിട്ട് നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ മൊഡ്യൂളായിട്ട് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ദാറ്റ്സ് ഓൾ വിത്ത് കോംപ്ലിമെൻ്ററി പാസ്റ്റ് ട്രാൻസിസ്റ്റർ ലോജിക്.